ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. ഇത് ഞങ്ങളുടെ ഗണേഷ് മാസ്റ്റർ, സ്റ്റുഡൻസിൻ്റെ ഒരു ഹീറോയും കൂടെയാണ് ആള്. സാറിനോട് സംസാരിക്കുന്ന 2 ടീച്ചേഴ്സ് എൻ്റെ കൊളീഗ്സാണ്. പക്ഷെ അതിൻ്റെ ഉപരി അവരെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ഫ്രണ്ട്സും കൂടെയാണ് കേട്ടോ. ഈ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രീ KG, LKG, UKG സെക്ഷൻ വൈസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 to 7th കന്നഡ എയ്ഡഡ് സ്കൂളും കൂടെയാണ്. കന്നഡ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അത് എയ്ഡഡും കൂടെയാണ് കേട്ടോ. ഞങ്ങളിപ്പം നമ്മുടെ സ്കൂളിൻ്റെ ക്യാമ്പസിൻ്റെ അകത്തോട്ട് വന്നു. ഇതാണ് ഞങ്ങളുടെ CBSE ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻറ്റൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പലും അതുപോലെ അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ പ്രണീതയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്ററിന് അറിഞ്ഞില്ല ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സിസ്റ്ററിന്. അപ്പം ആ സ്മൈലൊക്കെ കണ്ട ആൾ ഭയങ്കര സർപ്രൈസ്ഡായിട്ട് നിൽക്കുന്ന. അങ്ങനെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഓണം പിന്നെ ഈദ് മിലാദിൻ്റെ സെലിബ്രേഷനും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാഫ്സൊക്കെ സിസ്റ്ററിനെ വിഷ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയമിലോട്ട് പോയി. അവിടെ ഞങ്ങളുടെ ഈദ് മിലാദ് ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്ററിനെ കണ്ടതോടെ പിള്ളേരാകെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് ഈദ് മിലാദ് ഓണത്തിൻ്റെ സെലിബ്രേഷനും കാട്ടി സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ സന്തോഷമായിരുന്നു പിള്ളേരുടെ മുഖത്ത് കാണുന്നത്. ഞങ്ങൾ മാവേലിനെ ഒരുക്കിയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തിരുവാതിര ഇല്ലാത്ത ഓണപ്പരിപാടി ഇല്ല. അതുകൊണ്ട് ടീച്ചേഴ്സ്മാരുടെ സൈഡിൽ നിന്ന് തിരുവാതിര ഡാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പിള്ളേർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്നൊരു മെസ്സേജാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തത്. അതുപോലെ ഈദ് മിലാദിൻ്റെ ഓണം സെലിബ്രേഷൻ്റെയോടൊപ്പം തന്നെ ഈദ് മിലാദിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ദഫും അതുപോലെ ഖവാലി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുവാണെങ്കിൽ അന്നത്തെ ദിവസം ആഘോഷമയമായി തീരുന്നു. കാരണം നമ്മുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനോടൊപ്പം തന്നെ ഓണം സെലിബ്രേഷൻ, അതിനോടൊപ്പം തന്നെ ഈദ് മിലാദും കൂടെ ഞങ്ങളെല്ലാം ഒരു ദിവസം ആഘോഷിച്ചു. അന്നത്തെ ദിവസം പിള്ളേർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്കൂൾ വിട്ടു. 4 മണിയാകുമ്പോഴത്തേക്ക് സ്കൂൾ ഞങ്ങൾ വിട്ടു. അപ്പം ടീച്ചർമാരുടെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവർ അറിഞ്ഞില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ലാസ്റ്റ് ബെല്ല് അടിക്കാൻ കാത്തിരിക്കും ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ അത് കാണാൻ കിട്ടില്ല. ബെല്ലടിച്ചു കഴിഞ്ഞ് സാവധാനം അവർ ക്ലാസ്സിൽ നിന്ന് ലൈൻ ചെയ്തിട്ട് മെയിൻ ഗേറ്റ് വരെ അവർ ലൈനിൽ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ PU സെക്ഷൻ്റെ ത്രോ ബോൾ മാച്ച് ഉണ്ട്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടെയാണ് കാണുന്നത്. ഞങ്ങളുടെ സ്കൂളത്തെ ലിറ്റിൽ വൺസ് കേട്ടോ ആദ്യം കയറി ലൈനിൽ വരുന്നത്. അവർ വന്ന ശേഷം ഹയർ പ്രൈമറി പിന്നെ ഹൈസ്കൂൾ അതുപോലെ PU വരും. അപ്പം ഈ ലൈനിൽ വരുന്ന ഡിസിപ്ലിൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡിസിപ്ലിന് സിസ്റ്റമാറ്റിക്കൊക്കെ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ശരിക്കുള്ളൊരു കഴിവ് തന്നെ കേട്ടോ. അവരുടെ ഒരു കഴിവ് കൊണ്ട് ഈ പിള്ളേർ ആരിപ്പോൾ ടീച്ചർമാർ ഇല്ലെങ്കിലും കൂടെ അവർക്കറിയാം നമ്മൾ ലൈനിൽ തന്നെ നടക്കണം. അവർ മെയിൻ ഗേറ്റ് വരെ ലൈനിൽ തന്നെ പോയിട്ട് അവിടെ നിന്നാണ് അവർ സ്കാറ്റേർഡ് ആവുന്നത്. അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളല്ലേ, അതെൻ്റെ കളിക്കൂട്ടുകാരിയാണ് കേട്ടോ. എല്ലാത്തിനും എന്ത് കാര്യം ചെയ്താലും അതിന് എൻകറേജ്മെൻറ്റ് തന്നിട്ട് എന്നോടൊപ്പം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആൾ. അങ്ങനെ ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് എത്തി. ഇപ്പം എല്ലാവരും ബസ്സിൽ പോകുന്ന പിള്ളേരുണ്ട്. അത് നമുക്ക് 2 സ്കൂൾ വാൻ ഉണ്ട് കേട്ടോ, സ്കൂൾ ബസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ PT സുനിൽ മാസ്റ്റർ. നമുക്ക് 2 മാസ്റ്റേഴ്സുകളൊന്ന് ഗണേഷ് ഒന്ന് സുനിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം മറ്റത് മത്തായി ചേട്ടൻ. ഇവർ പിള്ളേരപ്പുറം
ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേർ സേഫായിട്ട് അപ്പുറത്തോട്ട് കടത്തി വിടുകയാണ് ഇവർ വൈകുന്നേരം പിന്നെ രാവിലെയും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നു. ടീച്ചേഴ്സൊക്കെ ഇവർ ഈ ഷോപ്പിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ബസ്സിന് വെയിറ്റാക്കി നിൽക്കുക. അപ്പം ഇവിടെ വരുന്ന ട്രീസ മാം നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, ട്രീസ മാം, തെരേസ മാം, അവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. അവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ദൂരത്തുനിന്നൊരു അട്രാക്റ്റീവ് ബസ് വരുന്നത്. ഇത് ഞങ്ങളുടെ റെഗുലർ ബസ്, ലക്ഷ്മി കണ്ണൂർ ടു വിരാജ്പേട്ട്. ഇപ്പം മടിക്കയിരുന്ന് സിദ്ധാപുര, വിരാജ്പേട്ട്, പിന്നെ കണ്ണൂരിലോട്ട് പോവാണ് കേട്ടോ. അപ്പം എന്നും നമ്മുടെ റെഗുലർ ബസ്സാണ്. മൺഡേ ടു സാറ്റർഡേ ഞങ്ങൾ ഈ ബസ്സിലാണ് വരുന്നത്. അപ്പം ഞങ്ങളെല്ലാ ടീച്ചർമാരും ഈ ബസ്സിൽ സന്തോഷത്തോടെ കയറുന്നത്. വൈകുന്നേരം വീട്ടിൽ പോണ സന്തോഷമല്ല, ആ ബസ്സിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കംഫർട്ടബിൾ. കാരണം ഇതിൽ വരുന്ന പാസഞ്ചേഴ്സിന് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ സോണിലിരുത്തവർ. അതുപോലെ നമ്മൾ സ്വന്തം വീട്ടിലോട്ട് കയറുന്ന ഒരു ഫീലാണ് ഈ ബസ്സിലോട്ട് കയറുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പം സലിം സർ എന്നും ഞങ്ങളെ സേഫായിട്ട് വീട്ടിലെത്തിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.